ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നല്ല മീൻമുട്ട കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് മീൻമുട്ട മുളകിട്ട് വറ്റിച്ച റെസിപ്പിയാണെന്ന് കാണിക്കാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് ചട്ടി ചൂടായതിന് ശേഷം അതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഉലുവ പൊട്ടിച്ച് അതിലേക്ക് കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഏകദേശം 15 തൊട്ട് 20 വരെയുള്ള കുഞ്ഞുള്ളി നിങ്ങൾക്ക് എടുക്കാം. ഉള്ളി നന്നായി വഴണ്ടി വന്നതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളി ചതച്ചതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും കൂട്ടിയിട്ട് ചേർത്ത് കൊടുക്കണം. പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർക്കുക കേട്ടോ. അത് കഴിഞ്ഞ് അതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ട പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും അതുപോലെ തന്നെ നോർമലി കുറച്ച് എരിവുള്ള മുളക് പൊടി 1 ടീസ്പൂണും ചേർത്ത് കൊടുക്കാം. പിന്നീട് കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് എല്ലാം കൂടി അതിന് പച്ചമണം മാറുന്നത് വരെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ വാളംപുളിക്ക് പകരം കുടംപുളിയും ചേർക്കാം കേട്ടോ. ഞാനിവിടെ വാളംപുളിയാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം 1 കപ്പോളം പുളിവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴാണ് അതിലേക്ക് മീൻമുട്ട ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഞാൻ ഓൾറെഡി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കഴുകി മാറ്റി വെച്ചിട്ടുള്ള മുട്ടയാണ്. പിന്നെ കഴുകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഒരിക്കലും മുട്ട ഉടച്ച് കഴുകാൻ നിൽക്കരുത്. കാരണം അത് പെട്ടെന്ന് തന്നെ ഉടഞ്ഞു പോകും. അതുകൊണ്ട് ലൈറ്റായിട്ട് ഒന്ന് കഴുകിയെടുക്കാം. പിന്നെ നിങ്ങൾ പുളിവെള്ളം ചേർത്ത സമയത്ത് തന്നെ ഉപ്പ് ആവശ്യത്തിനുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യത്തിനുള്ള ഉപ്പില്ല എന്നാണെങ്കിൽ അപ്പം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കണം. കാരണം മുട്ട ചേർത്ത് കഴിഞ്ഞിട്ട് ഉപ്പ് ഇട്ടിട്ട് ഇളക്കാൻ നിൽക്കരുത്. അതുകൊണ്ട് പുളിവെള്ളം ചേർത്ത സമയത്ത് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. മീൻമുട്ട ഒത്തിരി നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചാൽ തന്നെ അത് പെട്ടെന്ന് കുക്കായി വരും. ചാറൊക്കെ വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും അതിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണയും ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡിയാണ്. ഒരു 5 മിനിറ്റ് നേരത്തേക്കെങ്കിലും അടച്ചു വെച്ചിട്ട് മാത്രം സെർവ് ചെയ്യാം കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.